ശ്രീ സുകുമാരൻ നായർക്ക് സമീപകാല ചരിത്രത്തെപ്പറ്റി പോലും വേണ്ടത്ര ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ തന്നെ മഹാനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറുടെ എല്ലാം തന്നെ പ്രവർത്തന ഫലമായി ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1935-36 മുതൽ നമ്മുടെ രാജ്യം നടപ്പാക്കിയതാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്ന ആശയവും അതിൻ്റെ സംരക്ഷണവും. പിന്നെ കഴിഞ്ഞ 77 വർഷക്കാലമായിട്ട് ഇത് നടപ്പാക്കിക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ശ്രീ സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇതിനകം ആർജിക്കാൻ കഴിഞ്ഞ പുരോഗതി അതിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് ജാതി സംവരണവും ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയിട്ടുള്ള സംരക്ഷണ നടപടികളുമാണ്. പക്ഷേ നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ആ വർണ്ണവ്യവസ്ഥയുടെ ഭാഗമായി ഒരു വിഭാഗം ജനങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതെ മൃഗങ്ങൾക്ക് പോലും ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഒക്കെ നിഷേധിച്ചിരുന്നത് ഏത് സംവരണം നിലനിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജാതി സംവരണം അവസാനിപ്പിക്കണമെങ്കിൽ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാവണം, അതിന് ജാതി ഇല്ലാതാവണം. സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷന് നായർ സമുദായം ഉൾപ്പെടെയുള്ള മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിക്കുന്ന ഈ ആനുകൂല്യം അവസാനിപ്പിക്കണമെന്നാണോ ശ്രീ സുകുമാരൻ നായർ പറയുന്നത്?